നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, ഈ മാഡം തന്നെയാ എന്നെ വിളിച്ചതും കാശ് തന്നതും. ശരി, രമണി ഇപ്പൊ പോയിക്കോ. ചിലപ്പോ ഒരിക്കൽ കൂടി ഞങ്ങൾ വന്നേക്കും. സഹകരിക്കേണ്ടി ഓ, വരും. ഈ ഉള്ളോളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാതിരുന്നാ മതി. എന്നാ ശരി. എന്നാ പോവാം. പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ വിനയ കാര്യങ്ങള്. സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് വന്നു. എന്താ സാർ റിപ്പോർട്ട്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ? പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ല അല്ലേ? എടോ, ഞാൻ പ്രതീക്ഷിച്ചത് താൻ അതിലൊരു വ്യാജ വീഡിയോ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടാവുന്ന. പക്ഷെ സൈബർ സെല്ലിന് തന്റെ ഫോണിലോ ലാപ്ടോപ്പിലോ അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടാവില്ല സാർ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവന്മാരുടെ സമ്മർദ്ദം കാരണം പലപ്പോഴും ഞാൻ അതിൽ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യ. പക്ഷേ എൻ്റെ മനസ്സതിന് തയ്യാറായില്ല. എൻ്റെ കൈ അതിനുവേണ്ടി ചലിച്ചില്ല. ഇനി എനിക്ക് അങ്ങനെയൊന്നും ആവാൻ കഴിയില്ല സാർ. പഴയ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് തെളിവുകളൊക്കെ അതിനകത്തുണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും ഫോണും ലാപ്ടോപ്പും സൈബർ സെല്ല് തിരിച്ചേൽപ്പിക്കുന്നത്. മനസ്സിലായോ? എനിക്ക് ആ സെറ്റ് പോലും ഇനി വേണമെന്നില്ല സാർ. അതൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും. അതുപോലെ ജീവൻ രാജിന്റെയും ആസിഫിന്റെയും കയ്യിൽ നിന്ന് വാങ്ങിയ 2 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് സാർ. അത് വാങ്ങി എന്നെ ഒന്ന് വെറുതെ വിടാൻ അവരോട് പറയണം. അവന്മാരെ അഡ്വക്കേറ്റിന്റെ ജാമ്യത്തിലായിരിക്കും വിടുന്നത്. അപ്പോ വിനയന്റെ കാര്യം കൂടി ഞാൻ സംസാരിക്കാം. അല്ല, അതുവരെ വിനയനെ ഇവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഏയ്, അത് വേണ്ട. വിനയനെ ഞാൻ നിങ്ങളുടെ ജാമ്യത്തിൽ വിടാൻ പോവാ. ഓക്കെ ഓക്കെ. എടോ, താൻ ഇനി വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ ഇവർ കൂടിയായിരിക്കും അതിന്റെ ദോഷം. ഇല്ല സാർ, ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല. സാറിനെ വിശ്വസിക്കും. ദാസാറിനും രഘുവേട്ടനും എന്നെ വിശ്വസിക്കാം. നിന്നെ ഒന്ന് വിശ്വസിച്ചു നോക്കാന്ന കരുതി തന്നെയാ ഇദ്ദേഹം വിളിച്ചപ്പോ ഞാൻ രഘുവും കൂടി ഓടി വന്നത്. എന്തോ ചില മാറ്റങ്ങള് നിന്നിൽ കണ്ടതുകൊണ്ടാ നിനക്കൊരു ചാൻസ് കൂടി ഞങ്ങൾ തരുന്നേ. അതെ, ഈ വിശ്വാസങ്ങൾ നീ തകർക്കരുത്. ഒരിക്കലും ഇല്ല രഘുവേട്ട. അത് എങ്ങനെയാ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പറയണ്ട വിനയ, നീ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചാ മതി. എന്നാ നിങ്ങൾ ഇറങ്ങിയോ, എനിക്കൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. താങ്ക് യു സാർ. ഹലോ സാർ. ഞാൻ കയറിക്കോളാം സാർ. ആരാ ചിരു? ആരോ 2 പേര്. ആരാണാവോ?
കല്യാശ്ശേരിന്നാ തമ്പായി അങ്ങന്ന്. സൂക്ഷിക്കണം. മന്ത്രവും തന്ത്രവും അഥർവവും കയ്യിലുള്ളവനാ. അവനെ നല്ലതുപോലെ സൂക്ഷിക്കണം. മക്കളെന്താ ഇങ്ങനെ പകച്ചു നോക്കുന്നു? ആരോ എന്തോ പറഞ്ഞ് ഭയപ്പെടുത്തിയതുപോലെ. ലക്ഷ്മിയുടെ മൂത്ത മകൾ, മൂന്നാമത്തെ മകൾ അല്ലേ? അതെ, കയറിയിരിക്കെ, അച്ഛനെ വിളിക്കാം. കയറുന്നില്ല. അനന്തനെ ഒന്ന് കണ്ട് വേഗം തിരിച്ചു പോകണം. ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛാ, അച്ഛനെ കാണാൻ കല്യാശ്ശേരിന്ന്. അയ്യോ, ആരായി വന്നിരിക്കുന്നേ? എന്താ മുറ്റത്ത് തന്നെ നിന്ന് കളഞ്ഞത്? അകത്തോട്ട് കയറിയിരിക്കാലോ. അകത്ത് കയറാൻ സമയമായിട്ടില്ല. എന്താ നിങ്ങൾക്ക് ആരാ ഇതെന്ന് മനസ്സിലായോ? വന്നട്ടെ. ഇങ്ങോട്ടുള്ള വഴി അറിഞ്ഞല്ലോ. ഇപ്പൊ ഒരു കാര്യം അറിയിച്ച് ഉടനെ മടങ്ങണം. അല്ല, എന്നാലും ഇവിടം വരെ വന്നിട്ട് സാരമില്ല. നാളെയാണ് പൗർണമി. ഇന്ന് രാത്രി ചില പൂജാകർമ്മങ്ങളുണ്ട്. അനന്തരെയും കുടുംബത്തെയും കല്യാശ്ശേരിയിലേക്ക് നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത്. പാർവതി പ്രത്യേകം വിളിച്ചു പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ തന്നെ നിങ്ങളെ ക്ഷണിക്കണമെന്ന്. അത് ഞങ്ങൾക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ലക്ഷ്മിയുടെ അമ്മ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് വിളിച്ചല്ലോ. നാളെ രാഹുകാലത്തിന് മുൻപ് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോ രാഹുകാലം കഴിഞ്ഞുള്ള മുഹൂർത്തത്തിൽ അവിടെ വന്ന് ചേരാൻ കഴിയും. ആയിക്കോട്ടെ, ഞങ്ങള് കൃത്യസമയത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. ശരി, യാത്ര പറയുന്നില്ല. ഇനി കല്യാശ്ശേരിയിൽ വെച്ച് കാണാം. ഓ